എന്നാൽ ഒരു മകളെ വിവാഹം കഴിപ്പിച്ച് പറഞ്ഞയച്ചു. അപ്പൊ മകള് പറയണത് ഇന്റെ സ്വർണ്ണല്ല, ഇത് വാപ്പാന്റെ സ്വർണ്ണാണ്. വാപ്പ പറയണത് ഇന്റെ സ്വർണ്ണല്ല, ഇതെന്റെ മകളെ സ്വർണ്ണാണ്. അല്ലെങ്കിൽ ഭാര്യ പറയുന്നത് എന്റേതല്ല, എന്റെ ഭർത്താവിന്റേതാണ്. ഭർത്താവ് പറയുന്നത് ഇന്റേതല്ല, ഉള്ളതാണ്. ആരുടേതെങ്കിലും ഒരാളുടേതാണ്, അത് അവളുടെ സ്വർണ്ണമാണ്. പെൺകുട്ടികൾ ചിന്തിക്കേണ്ടത് അത് ഉപ്പ നിങ്ങൾക്ക് തന്ന സ്വർണ്ണമാണ്, ആ സ്വർണ്ണത്തിന് ആര് സക്കാത്ത് നൽകണം? നിങ്ങൾ സക്കാത്ത് നൽകണം, അല്ലെങ്കിൽ അനുഭവിക്കേണ്ടി വരും. കാരണം അത്രത്തോളം ഗൗരവമായിട്ടാണ് ഖുർആൻ ആ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 10 പവൻ സ്വർണം ഇപ്പോൾ ഒരാളുടെ അടുത്തുണ്ടാകുക എന്ന് പറഞ്ഞാൽ എത്രയോ ലക്ഷം രൂപ വരുമാനമുള്ളയാളാണ് അയാൾ. അതുകൊണ്ട് തലേ ദിവസം 2 പവൻ വിറ്റുകാണ്ട് തടി കഴിച്ചിലാക്കുന്ന പരിപാടിയാണെങ്കിൽ പടച്ചോൻ വേറെ പണി വരും. ഇത് റബ്ബ് തന്നതാണ്. 10 അല്ല 20 പവന് നമ്മൾ കൊടുക്കും. ഭർത്താവിന് 40 ലക്ഷം രൂപയുടെ അടിയന്തരമായ സർജറി വേണമെന്ന് പറഞ്ഞാൽ ഈ ഭാര്യ എത്ര പണ്ടമാണോ ഉള്ളത് അത് മുഴുവൻ കൊടുത്ത് സന്തോഷത്തോടെ ഹോസ്പിറ്റലിൽ പൈസ കൊണ്ടേ കൊടുക്കും. കാരണം എന്താ? എന്റെ ഭർത്താവ് ഒന്ന് രക്ഷപ്പെടാൻ. ഒരു കുഴപ്പമില്ല, നമുക്ക് കിഡ്നി അള്ളാഹു നൽകിയതിന് കുഴപ്പമില്ല, കരളിന് കുഴപ്പമില്ല, ക്യാൻസറിൽ ഒന്നുമില്ല, എക്സ്ട്രാ സ്വർണ്ണം അവിടെ ഉണ്ട്. അതിന് കൊടുത്തില്ലെങ്കിൽ വലിയ ശിക്ഷ ഈ ലോകത്തും പരലോകത്തും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും. ഖുർആൻ പറയുന്നു, വല്ലദീന യക്നിസൂന ദഹബ വൽ ഫിദ്ദ, സ്വർണ്ണവും വെള്ളിയും ഇങ്ങനെ സംഭരിച്ചു വെക്കുന്ന ആളുകൾ, വലാ യുൻഫിഖൂന ഫീ സബീലില്ലാഹ്, അത് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കാത്തവർ, ഫബശ്ശിറുഹും, പ്രവാചകരെ അവർക്ക് നീ സന്തോഷ വാർത്ത അറിയിക്കുക. കാരണം എന്താ? 15 പവൻ 20 പവൻ സ്വർണ്ണം നാലേക്കും ഒരു സന്തോഷല്ലേ? എന്തായാലും 20 പവൻ സ്വർണ്ണുണ്ട്, സന്തോഷ വാർത്ത അറിയിക്കട്ടെ. എന്തുകൊണ്ട്? സക്കാത്ത് നൽകിയിട്ടില്ലെങ്കിൽ ബിഅദാബിൻ അലീം, വേദനയേറിയ ശിക്ഷ കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുക. യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നമ, നാളെ പരലോകത്ത് നരകത്തീ കൊണ്ട് അവരെ ചൂടുവെക്കുന്നതാണ്. ഫതുഖ്വാ ബിഹാ, അവരെ ചൂടുവെക്കും. ജിബാഹുഹും വജുനൂബുഹും വളുഹൂറുഹും, അവരുടെ നെറ്റിയിലും അവരുടെ മുതുകുകളിലും അവരുടെ പാർശ്വങ്ങളിലും അല്ലാഹു ചൂടുവെക്കും. തുഖ്വാനാണ്. അയൺ ബോക്സിന് അറബിയിൽ എന്താ പറയുക? മിക്വാത്ത് എന്നാണ് പറയാം. മിക്വാത്ത്, അയൺ ബോക്സ്. ഇവിടെ പ്രയോഗിച്ച പദം തുക്വ, അതിൽ നിന്നുണ്ടായതാ. തുക്വ, അല്ലാഹു ചൂടുവെക്കും. എന്നിട്ട് പറയും, ഹാദാ മാ കനസ്തും ലി അൻഫുസികും, ഇത് നിങ്ങൾ സൂക്ഷിച്ചു വെച്ച, നിങ്ങൾ നിധിയാക്കി വെച്ച സ്വർണ്ണമാണ്. ഫദൂഖൂ മാ കുൻതും തക്നിസൂൻ, അതുകൊണ്ട് അനുഭവിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷയുണ്ടാകുമെന്നാണ്. അപ്പൊ 10.5 പവൻ സ്വർണ്ണമുണ്ടോ സക്കാത്ത് കൊടുക്കുന്നത് നിർബന്ധമാണ്, ഫർളൻ. നമ്മൾ ആലോചിച്ച് നോക്കണം, നമ്മുടെ വീട്ടിൽ എത്ര ഉണ്ട്, നമ്മുടെ മരുമകൾക്ക് എത്രയും, നമ്മുടെ മകൾക്ക് എത്രയും. ഫോൺ വിളിച്ച് വാപ്പ പറയണം, പോലെ എനിക്ക് യാതൊരു ഉത്തരവാദിത്വം അല്ലട്ടോ, വാപ്പാന്റെ കുട്ടിക്ക് ഇത് തന്നതാണ്, വാപ്പാന്റെ കുട്ടി ഇത് കൊടുക്കണം. ഭർത്താവ് ഭാര്യയോട് പറയണം, 1 വർഷമായി നമ്മുടെ നിക്കാഹ് കഴിഞ്ഞിട്ട്, 5 വർഷമായി നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് സക്കാത്ത് കൊടുക്കണം.